ഇവളാണ് പെണ്ണ്. നല്ല കലക്കം സാധനം. അല്ലെ ഇവിടെ അളവ് എത്ര കാണും? 30. പോടാ, ഒരു 28 കാണും. പോടാ വേണ്ട, 30 തേച്ചുണ്ട്. അതിന് നീ അളന്ന് നോക്കിയിട്ടുണ്ടോ? അളന്ന് നോക്കിയിട്ടൊന്നുമില്ല, പക്ഷെ വേണേ അളന്ന് കാണിച്ചു. നടക്കാത്ത കാര്യം പറയാതെ. നടക്കാത്തൊന്നുമല്ല, വേണമെങ്കിൽ നടത്തി കാണിച്ചു തരാം. ശരി, ബെറ്റ്. എന്ത് ബെറ്റ്? 100 rupees. എഗ്രീഡ്. നിൽക്കുന്നു നിന്റെ പഞ്ചാരക്കുട്ടൻ. എന്റെയോ? വായി നോക്കി കേട്ടോടി കാറിന്റെ പ്രേമഗാനം. കോളേജിനകത്ത് കിട്ടിയിരുന്നെങ്കിൽ ഈ പൂവാലിന്ന് ശരിക്ക് പെരുമാറി വിടാമായിരുന്നു. ഇതൊന്ന് പാക്ക് ചെയ്യൂ. താങ്ക് യു. കൊള്ളാം. പാക്കറ്റുകൾ ഞാൻ മനഃപൂർവ്വം മാറ്റിയതാണ്. എനിക്ക് മനസ്സിലായി. രജനി, ഐ ലവ് യു. ഐ ലവ് യു വെരി മച്ച്. I do. കുഞ്ഞിനെ തിരക്ക് ഒരാൾ വന്നിരിക്കുന്നു. എന്താ? കുഞ്ഞിനെ തിരക്ക് ഒരാൾ വന്നിരിക്കുന്നെന്ന്. ഓട്ടിക്കലത്തെ ഒരു ഐ ലവ് യു. ഇവിടുത്തെ സുകുമാരൻ സാറിനെ ഒന്ന് കാണാൻ വന്നതാ. അത് ഞാൻ തന്നെയാ. സാറിന്റെ ഒരു പാക്കറ്റ് എന്റെ മോള് ജൗളിക്കടയിൽ നിന്ന് മാറി എടുത്തോണ്ട് വന്നതാ. ഇരിക്കൂ. വേണ്ട, അവളുടെ ഒരു പാക്കറ്റ് സാറിന്റെ കാണുമെന്ന് പറഞ്ഞു. അതിന് തിരിച്ചു തന്നാൽ. പാക്കറ്റോ? എനിക്കറിഞ്ഞൂടാ, എന്റെ കിട്ടിയിട്ടില്ല. അപ്പൊ ഇതോ? ഇതെന്റെ തന്നെയാ. വളരെ ഉപകാരം. എന്നാൽ അവളത് എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞതായിരിക്കും. ആയിരിക്കും. ഞാൻ ഇറങ്ങട്ടെ സാറേ. സന്തോഷം. അമ്മാവാ. എന്താ? ഓ, ക്ഷമിക്കണം. ഹലോ, മാഡം 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 ഒരു നന്ദിയെങ്കിലും പറഞ്ഞൂടെ?
എന്തിന്? എന്റെ സാരി ഇട്ടോണ്ട് പോയതിനോ? നിങ്ങൾ എന്തിനാ എന്റെ പുറകെ നടക്കുന്നത്? നിങ്ങൾ എന്തിനാ എന്റെ മുമ്പേ നടക്കുന്നത്? എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? വളച്ചു കിട്ടുന്ന ഒരു കാര്യം പറഞ്ഞേക്കാം. നിന്നെ ദേ, ഇത് കണ്ടോ? രജനിക്ക് എന്നോടോ? എവിടെ പോകാനാ? ശ്രമിച്ചു നോക്കാം. ചേട്ടാ, പോളെ രജനി. ആ പോക്കരെ, അതങ്ങോട്ട് ഇറക്കി വെക്കും. അതൊക്കെ രജനി. ഹായ് കാതലിക്ക. ആ, എന്തൊക്കെ മോളെ വിശേഷം? പഠിത്തമൊക്കെ ശരിക്കും നടക്കണുണ്ടാ? പഠിക്കുന്നുണ്ട്. ആ, എടാ പോക്കരെ, നീ അപ്പുറത്ത് പോയി കൈയും മുഖം എല്ലാം ഒന്ന് കൈ ദോ ആ കടയിൽ പോയി 2 വലിയ ദോശയും വാങ്ങിച്ചു നിന്ന് അര ചായയും കുടിച്ചോണ്ട് ഓടി ബാപ്പോ. ശരി, മുയത്ത ദോശ തന്നെ വാങ്ങിച്ചില്ല. ബൈ ബൈ. ഞമ്മള് മോക്ക് സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണെന്നറിയാവോ? വലിയ വിശേഷമായിട്ടൊന്നുമില്ല, പതിവുള്ള സാധനം തന്നെ. കോഴിക്കോട്ട് അലുവായും കായ് വറുത്തതും. ഹായ്. ആ, പൊടി പൊടി. അല്ലാ, ബാസ് ഇവിടെ പോയി. പറമ്പിലേക്ക് പോയി. ആ, നബീസു പ്രസവിച്ചോ? ആ, ഓള് പ്രസവിച്ച ആൺകുട്ടി 40 കുളിയും കഴിഞ്ഞ്. ഇനി ഞമ്മളങ്ങോട്ട് ചെന്നിട്ട് വേണം ഓളുടെ പുതിയാപ്പിള എന്റെ പുരയിലേക്ക് പറഞ്ഞയക്കാൻ. നാളെയാണ് ലാസ്റ്റ് ഡേറ്റ്. നാളെ നീ രജനിയുടെ അളവെടുത്തില്ലെങ്കിൽ നീ എനിക്ക് 100 രൂപ തരണം. എന്തിന് നാളെ ആക്കുന്നു? ഇപ്പൊ തന്നെ അവളെ പിടിച്ചെടുത്ത് അളവെടുക്കാം. നീ അളവെടുക്കടാ, ഈ സ്പോട്ടിൽ ഞാൻ കാശ് തരും. ഏറ്റോ? എന്നാ പിടി. പെങ്ങളെ, ഒന്ന് നിന്നേ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? പെങ്ങക്കൊന്നും തോന്നരുത്. എന്താ? അത് പിന്നെ എന്നോട് പിണക്കം തോന്നുന്നു. എന്താണെന്ന് പറയൂ. അതെ, ഞാനും അവന്മാരും കൂടെ ഒരു 100 രൂപ പന്തയം വെച്ചിരിക്കുകയാണ്. അതായത് പെങ്ങളുടെ ഈ അളവ് 28 ആണെന്നും അല്ല 30 ആണെന്നും ഒരു തർക്കം. അതുകൊണ്ട് ഒന്ന് നിന്ന് തന്നാ അളവെടുത്തിട്ട് 100 രൂപ വാങ്ങിക്കായിരുന്നു. അനാവശ്യം പറയരുത്. എടി, മര്യാദയ്ക്ക് നിന്ന് നിന്നില്ലെങ്കിൽ നിന്നെ ബലമായി പിടിച്ചെടുത്ത് അളവെടുക്കാനും എനിക്കറിയാം. പിന്നെ നിൽക്കടി അവിടെ. നിൽക്കടി അവിടെ. തന്റെ പണി കൊള്ളാം. ഇവരെ നിങ്ങൾ പറഞ്ഞു വിട്ടല്ലേ? ഞാൻ വരുമ്പോ അവര് വന്ന് എന്നെ പിടിക്കണം. ഉടനെ ശങ്കരനെയോ മമ്മൂട്ടിയെയോ മോഹൻലാലിനെ പോലെയോ സാറ് വന്ന് അവരെ അടിച്ചോടിക്കുന്നു. ഞാൻ തന്നെ പ്രേമിക്കുന്നു. ഇതല്ലേ മനസ്സിലിരിപ്പ്? ഇതൊക്കെ പഴയ സിനിമയിലെ ഇടപാടല്ലേ? ഇന്ന് ഈ പണിയും കൊണ്ട് നടന്നാലോ? അയ്യോ രജനി, എന്നെ തെറ്റിദ്ധരിക്കുകയാണ്. അതെയോ? എന്നാലേ എനിക്കിപ്പോ തന്നെ പ്രേമിക്കാൻ മനസ്സില്ല. ഇനി ഇതുപോലെ എന്തെങ്കിലും കാണിച്ചാൽ ഞാൻ പ്രിൻസിപ്പളിനോട് പറഞ്ഞ് പോലീസിൽ റിപ്പോർട്ട് ചെയ്യും. താൻ അകത്താകുകയും ചെയ്യും. സൂക്ഷിച്ചോ. ഓഹോ, നിന്നെ രക്ഷിക്കാമെന്ന് എന്നെ വേണം തല്ലാൻ. അവന്മാർ ഇവിടെ നിന്നെ എന്തെങ്കിലും ചെയ്യട്ടെന്ന് വിചാരിക്കേണ്ടതായിരുന്നു.
സുഖേട്ടാ, സുഖേട്ടാ, അയ്യോ ചോര. വേണ്ട, ഇതും സിനിമ സ്റ്റൈലാണെന്ന് പറ. ഞാൻ തെറ്റിദ്ധരിച്ച് അങ്ങനെ പറഞ്ഞതാ, ക്ഷമിക്കണം. ക്ഷമിക്കാൻ എനിക്ക് മനസ്സില്ല. പന്നികള്, ഓടിക്കളഞ്ഞ നായിന്റെ മക്കള്. ഥു. ഹാ മോള് പോ. ചെല്ലു മോളെ. നമ്മുടെ ഈ പ്രായത്തില് രണ്ട് തല്ല് കൊടുക്കുന്നതും കൊള്ളുന്ന ഒരു രസമല്ലേ? അല്ല, നെറ്റിയിലെ മുറിവ് ഇത്തിരി കാര്യമായിട്ടുണ്ടല്ലോ. ഒരു ഡോക്ടറെ കാണിക്കുന്നല്ലതാ. എടാ ഞാനോട് വരാം. വേണ്ട, ഞാൻ തനിച്ച് പോയിക്കൊള്ളാം. എട്ടെ. ശരി. ഇത് കുത്തുവോ വാസോട്ടാ? ആ പരിചയമില്ലാത്തവരെ കണ്ടാ കുത്തും. അയ്യോ കുത്തുവോ? ആ എന്നാ ഞമ്മക്കത് വേണ്ട, നമുക്ക് ഇത് മതി. ഞമ്മ ഇതിന്റെ അടുത്തുണ്ടല്ലോ കേട്ടാ. ഓ മോളെ, നിന്നെ ഞമ്മളെ വീട് അടുപ്പിച്ചിടാം കേട്ടാ. അത് മോളല്ല മോനാ. ആഹാ, മോനെങ്കി വാസോട്ടാ, ഇതിന് എത്ര അടങ്ങി പാല് കിട്ടും? അളന്ന് നോക്കിയിട്ടില്ല പോക്കറെ. ആഹാ, ഇത് കറക്കുമ്പോ തൊഴിക്കുവോ? എന്താ ബാസ്? പശുവിന് വൈക്കോലിട്ട് കൊടുക്കാൻ പോയതാ. അനക്ക് എപ്പോഴും ഈ പശുവിനെ പറ്റിയുള്ള വിചാരമേ ഉള്ളു. കൂടപ്പിറപ്പിനെ പോലെ അല്ലേ നീ അതിനെ നോക്കണത്? ഞാൻ അവളെ കൊച്ചിലെ കൊണ്ടുവന്നതല്ലേ കവറിക്ക. അതെ അതെ. വരൂ, ഊണ് കഴിക്കാം. ആ ആ വരിൻ വരിൻ.